ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് റവന്യൂ മന്ത്രി റിപ്പോർട്ട് തേടി. ജില്ലാ ഭരണകൂടത്തോടാണ് റിപ്പോർട്ട് തേടിയത്. അതേസമയം പുക പടരുന്ന കൊച്ചിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. അടിയന്തര വൈദ്യസഹായം ഉറപ്പുവരുത്താനും സൌജന്യമായി മാസ്കുകൾ വിതരണം ചെയ്യുവാനും നിർദ്ദേശം നൽകി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ള സന്ദർശിക്കുകയാണ്. എസ് ശരൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണോ? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടാകുന്നത്. നമുക്കറിയാം, സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണ് ഇന്നലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉണ്ടായത്. ഈ വർഷം 4 പ്രാവശ്യമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഇതിന് പിന്നാലെ കൊച്ചി മേയർ അടക്കം അട്ടിമറി ഉണ്ടായെന്നടക്കമുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ സമീപകാലത്തുണ്ടായ തീപിടുത്തങ്ങളെല്ലാം തന്നെ ഉണ്ടായത് അട്ടിമറിയുടെ ഭാഗമായിട്ടാണെന്നടക്കം ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ അണയ്ക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തീപിടുത്തമുണ്ടായതിനു ശേഷം മണിക്കൂറുകൾ പിന്നിട്ട ശേഷം മാത്രമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തകൃതിയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം ചീറ്റിക്കൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നും ഉയരുന്ന പുകയാണ് പ്രധാനമായും കൊച്ചി നഗരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും വലിയ തോതിൽ തന്നെ പുക പടലങ്ങൾ ഉയരുന്നുണ്ട്. ഈ പുക പടലങ്ങളാണ് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി തന്നെ നമുക്ക് അത്തരത്തിൽ വലിയൊരു പുക പടലങ്ങൾ നമുക്ക് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ദൃശ്യമായിരുന്നു. നമുക്കറിയാം, കടവന്ത്ര, വൈറ്റ്ല, മരട് അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിൽ പുകപടലങ്ങൾ വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ തീ അണയ്ക്കാത്തിടത്തോളം കാലം അത്തരത്തിൽ തന്നെ പുകപടലങ്ങൾ അവിടേക്ക് വ്യാപിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഉള്ളത്. ഏതായാലും അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നുള്ളതാണ്. ഈ പുക വ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല. പകരം അവർക്ക് ചികിത്സയും ഒപ്പം തന്നെ അവർക്ക് മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്താനാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് റവന്യൂ മന്ത്രി ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇപ്പോൾ മാലിന്യ പ്ലാന്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് ആരംഭിച്ചാണെങ്കിൽ പോലും ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പുകപടലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പൂർണ്ണമായും തന്നെ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല. ഇതും ഇനി മണിക്കൂറുകൾ എടുക്കും ഇത്തരത്തിൽ പൂർണ്ണമായും തന്നെ തീ അണയ്ക്കാൻ എന്നുള്ളൊരു വിലയിരുത്തലാണ് ഫയർഫോഴ്സിൻ്റെത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അവർ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ജില്ലാ കളക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ എത്തിക്കൊണ്ട് തന്നെ ഫയർഫോഴ്സ് അധികൃതരുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹം സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ പുകപടലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊച്ചി നഗരത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ആളുകൾ തന്നെ രാവിലെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ നമ്മോട് പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ പുക ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുക ശ്വസിച്ചുകൊണ്ട് ശ്വാസതടസ്സം, കണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള ഒരു പരാതികൾ കൂടി ആളുകൾ ഉന്നയിച്ചിരുന്നു. അവർ പലരും തന്നെ ചികിത്സാർത്ഥം ആശുപത്രികളിൽ എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏതായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ കൊച്ചി നഗരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചി നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ഉയരുന്ന, തത്സമയമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ഉയരുന്ന ഈ പുക തന്നെയാണ് കൊച്ചി നഗരത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരണി, അട്ടിമറി അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് മേയറും MLAയും ഒക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ പ്രദേശവാസികൾക്ക് ദുരിതമായി ഇത് നിലനിൽക്കുകയുമാണ്. അടിയന്തര പരിഹാരം എന്ന രീതിയിൽ എന്ത് നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്? അത്തരം എന്തെങ്കിലും ആലോചനകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഈ മാലിന്യ പ്ലാന്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെ സമീപവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നാട്ടുകാർ വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന അടക്കം കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അട്ടിമറി ആരോപണവും ഉയർന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ വർഷം ഉണ്ടായ 4ാമത്തെ തീപിടുത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി മേയർ അടക്കം അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. കാരണം ഇടയ്ക്കിടെ ഈ തീപിടുത്തം ഉണ്ടാകുന്നത് അട്ടിമറിയുടെ ഭാഗമായി
ഭാഗമായിട്ടാണ് ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് കൊച്ചി മേയർ പ്രധാനമായും ഉന്നയിച്ചത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് വിദഗ്ധരടക്കം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ പ്രധാനമായിട്ട് ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്നും ഉയരുന്ന പുക ആണ് കൊച്ചി നഗരത്തെ എല്ലാം തന്നെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇവിടെ പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമാണ് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുള്ളത്. നമുക്കിപ്പോൾ തത്സമയം തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം ഇവിടെയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെള്ളം ചീറ്റിയാൽ തന്നെയും താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ കത്തുന്നതാണ് ഇത്തരത്തിൽ പുക ഉയർന്നുകൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും മുകളിലേക്ക് വെള്ളം ചീറ്റുന്നത് താഴേക്ക് വെള്ളം പോകാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടെ നിന്നും പ്ലാസ്റ്റിക്കുകൾ കത്തി ഇത്തരത്തിൽ തന്നെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് പ്രധാനമായും ജില്ലാ കളക്ടർ ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഏത് രീതിയിൽ പരിഹാരം കാണാമെന്നടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇതിന് ഒരു അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്നും ഇത്തരത്തിൽ പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉടനെ ഒന്നും ഇത് അണയ്ക്കാനാകില്ല, തീ പൂർണ്ണമായും അണയ്ക്കാനാകില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് അഗ്നിശമന സേന എത്തിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ തന്നെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് എന്ത് മാർഗമാണ് ഉള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അഗ്നിശമന സേന അംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രശ്നപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴായിരിക്കും പങ്കുവയ്ക്കുക. ശരണൊപ്പം ഈ ജനങ്ങളുടെ ആരോഗ്യനിലയെ ബാധിക്കത്തക്ക വിധം അത്ര രൂക്ഷമായിരുന്നു രാവിലെ മുതലുള്ള സാഹചര്യം. പലരും ഈ നെഞ്ചരിച്ചിലും കണ്ണെരിച്ചിലും മറ്റുമായി ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമവുമൊക്കെ ജില്ലാ ഭരണകൂടം ആലോചിച്ചിരുന്നു. അത്ര ഗുരുതരമായി കാര്യങ്ങൾ മാറിയില്ല എന്നാണോ? അതിന്റെ വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ തോതിലാണ് ഇവിടെ മാലിന്യ കൂമ്പാരമുള്ളത്. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ തന്നെ നമുക്കറിയാം മാരകമായ പുകയാണ് ഇതിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുക ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദേഹാസ്വാസ്ഥ്യം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. രാവിലെ തന്നെ ആളുകൾ പങ്കുവച്ചത് പുക ശ്വസിച്ചപ്പോഴേക്കും ദേഹാസ്വാസ്ഥ്യം, അതായത് പ്രധാനമായും കണ്ണെരിച്ചിൽ, ശ്വാസമുട്ടൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ് അവർ ആശുപത്രികൾ ചികിത്സ തേടിയത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ പുക ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങൾ എത്തിയപ്പോൾ തന്നെ മാസ്ക് ധരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും അധികൃതർ മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഇത്തരത്തിൽ പുക ശ്വസിച്ച ആളുകൾക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരു വർഷത്തിനിടെ, അതായത് ഈ വർഷം തന്നെ 4 പ്രാവശ്യമാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഈ തീപിടുത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇതിന് അടക്കം, അതായത് അട്ടിമറിയാണോന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കളക്ടർ ഇവിടേക്ക് എത്തുകയാണ്, മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ്. നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഇവിടെ എത്തി അഗ്നിശമന സേനാംഗങ്ങളുമായി വിശദമായി തന്നെ ചർച്ച നടത്തിയിരുന്നു. ഇതിന് ഏത് രീതിയിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെത്തിയത്. അഗ്നിശമന സേനാംഗങ്ങളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനൊരു അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഈ തോതിൽ തന്നെ പുകപടലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊച്ചി നഗരത്തെ മുഴുവനായിട്ടും പുകപടലങ്ങളിൽ മുക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും. ഏതായാലും ഈ പ്രശ്നപരിഹാരം, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം കാണാമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അഗ്നിശമന സേനാംഗങ്ങളുമായി ചർച്ച നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 5 മണിക്കും 6 മണിക്കൊക്കെയാണ് പലരും ഈ പുക ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ
വൈകിട്ട് തീപിടുത്തമുണ്ടായതിനു ശേഷം സമീപവാസികൾ തന്നെ അത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ബ്രഹ്മപുര പ്ലാന്റിന് സമീപമുള്ള ആളുകൾ തന്നെ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം കൊച്ചി നഗരവാസികൾ തന്നെ രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ തന്നെ കണ്ട കാഴ്ച വലിയ തോതിൽ പുകപടലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. വൈറ്റില, കടവന്ത്ര അടക്കമുള്ള മേഖലകളിൽ വലിയ തോതിൽ തന്നെ പുകപടലങ്ങൾ ഉണ്ടായിരുന്നു. അത് ശ്വസിച്ചതിന് ശേഷമാണ് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജില്ലാ കളക്ടർ ഇവിടെ എത്തി അഗ്നിശമന സേനാംഗങ്ങളുമായി ചർച്ചകൾ നടത്തി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ കാണാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതോടൊപ്പം തന്നെയാണ് റവന്യൂ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടറോട്. ഇവിടെ ഉണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് തീപിടുത്തമുണ്ടാകുന്നു. ഇത്രയേറെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ ഇവിടെ എത്തുന്നു. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നു. തീ നിയന്ത്രണ കളക്ടർ സഫറുള്ള ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായും ഒപ്പം അഗ്നിശമന സേന വിദഗ്ധരുമായും മറ്റും ചർച്ച നടത്തുകയാണ്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കൊച്ചി നഗരം അഭിമുഖീകരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് തീപിടുത്തം, അതിനെ തുടർന്നുണ്ടായ പുകയുടെ ഒരു വ്യാപനം, അത് കൊച്ചിയിലെ ഏതാണ്ട് 10 കിലോമീറ്റർ, ഈ പ്ലാന്റിന്റെ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിക്കുകയും ജനജീവൻ ദുസ്സഹമാക്കുകയും ചെയ്തു. ജനങ്ങൾ പലരും ആശുപത്രിയിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ദുരൂഹതയുണ്ട്, അട്ടിമറിയുണ്ട് എന്ന് ജനപ്രതിനിധികൾ പറയുന്നു. മേയറും MLA യും ഒക്കെ ആ അഭിപ്രായക്കാരാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഈ വിഷയത്തിൽ എന്ത് പരിഹാരമുണ്ടാക്കും, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് സംവിധാനം ഒരുക്കുമെന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണും അല്പസമയത്തിനകമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ സന്ദർശനം അദ്ദേഹം നടത്തി പ്ലാന്റിനുള്ളിൽ. അതിനുശേഷം പുറത്തിറങ്ങി ഉദ്യോഗസ്ഥരുമായി ഹ്രസ്വമായ ഒരു ചർച്ച, അതിലാണ് ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൊച്ചി നഗരത്തെ ബാധിക്കുന്ന, അതിന് പരിഹാരമുണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്ത് തീരുമാനമെടുത്തിരിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമായി മാറുകയാണ്. SS ശരൺ ഉണ്ട് എന്ന് കരുതുന്നു. ശരൺ, കളക്ടർ മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഇന്ന് താലൂക്ക് വികസന സമിതി അടക്കം കൂടുമെന്നും അറിയുന്നു. എന്ത് പരിഹാരമാകും കളക്ടർക്ക് നിർദ്ദേശിക്കാൻ ഉണ്ടാവുക? അദ്ദേഹത്തിന്റെ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കേണ്ട ഒരു കാര്യവുമാണല്ലോ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഏതായാലും ആദ്യമായി തന്നെ ഇവർ പ്രധാനമായും വിലയിരുത്തുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ തീപിടുത്തത്തിന് പൂർണ്ണമായും പരിഹാരം കാണുക എന്നുള്ളതാണ്. അതായത് തീ പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ളതാണ്. കാരണം തീ ഒരു കാരണവശാലും ഇനിയും ഉയർന്ന്, അതായത് തീ കത്തുന്നതോടുകൂടി തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കത്തുന്നതോടുകൂടി തന്നെ വലിയ